രാഹുൽ ഈശ്വർ കൂടിയുണ്ട്. രാഹുൽ ഈശ്വർ, ഇന്നലെ നമ്മൾ സംസാരിച്ചാണ് വിഷയം. ഇന്ന് PS പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കുന്നു, ഒരു വിവാദത്തിൻ്റെ അടിസ്ഥാനമില്ല, ഇത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ആശയമായിരുന്നു, സർക്കാരുമായി കൂടിയാലോചിച്ചു, വിപുലമായൊരു പദ്ധതി ആയതുകൊണ്ട് സർക്കാരിൻ്റെ സഹായം ആവശ്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പോയത്. മന്ത്രി പ്രഖ്യാപനമൊക്കെ നടത്തിയത് പിന്നീട് അതിൻ്റെ വഴികളിലാണ് എന്ന് വിശദീകരിക്കുന്നു. ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നു എന്ന് പറയുന്നു, ഒരു വിവാദത്തിനും അടിസ്ഥാനമില്ല എന്ന് പറയുന്നു, ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ഇതിൻ്റെ പാർട്ടായിരിക്കും എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ദേവസ്വം പ്രസിഡന്റ് ഈ വിശദീകരണം തൃപ്തികരമാണോ? നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. സത്യസന്ധമായിട്ട് പറയാം, ഞാനൊരു ഹിന്ദുത്വവാദിയല്ല. ഹിന്ദുത്വവാദികളെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്, അവരുമായി സ്ഥിരം ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് വാവരുടെ അടക്കമുള്ള വിഷയങ്ങളിൽ. പക്ഷേ കുമ്മനം ചേട്ടൻ ഇല്ലാതെ എന്ത് അയ്യപ്പ സംഗമം നടത്താനാണ്? ഞാനത് അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ഇഷ്ടം കാരണം പറയുന്നതല്ല. കഴിഞ്ഞ 40-50 വർഷങ്ങളായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ അയ്യപ്പസ്വാമിക്ക് വേണ്ടി ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്ന ശ്രീ കുമ്മനം ചേട്ടനെ പോലുള്ള ആൾക്കാർ ത് മാത്രമാണോ ഇതിന്റെ ഒരു പ്രശ്നമായി തോന്നുന്നത്? ഞാൻ പറയുന്നത് അതിന്റെ ഒരു സൊല്യൂഷനാണ്. അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുമ്മനം ചേട്ടൻ ഒരാളെ വിളിക്കണം എന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു എന്നല്ല, പകരം RSSന്റെയും സംഘപരിവാർ സംഘടനകളുടെയും റെപ്രസെന്റേഷൻ അവിടെ ഉറപ്പാക്കണം. അതായത് NSS ഓൾറെഡി ഉണ്ട്, സംഗീത് കുമാർ സാറിനെ പോലെ സീനിയർ ഒരാൾ വന്നു, SNDP ഉണ്ട്, പന്തളം റോയൽ ഫാമിലി നാളെ വന്നു എന്നാണ് ജിനേഷ് കുമാർ MLA ഒക്കെ പറയുന്നത്. മലയേറിയന്മാരെയും പിന്നോക്ക വിഭാഗങ്ങളെയും വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറെ ആരാ പ്രമുഖ സംഘടന? നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സംഘടനയുണ്ട്, ശ്രീ രവിശങ്കർജിയുടെ ഇടയ്ക്ക് കുറെ അധികം സേവനം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യപ്പ സേവാ സംഘമുണ്ട്, പേര് സംഘം എന്നാണെങ്കിൽ അവർക്ക് കോൺഗ്രസ് ചായവാണ് കൂടുതൽ. അയ്യപ്പ സേവാ സമാജമാണ് RSSനോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പം കുമ്മനം ചേട്ടനെ അടക്കം അവിടെ വിളിക്കുകയും ഇൻക്ലൂസീവായി പോവുകയും ചെയ്യണം. ഇതിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവ എല്ലാരെയും കൂടി ഒരുമിച്ച് നിർത്തുന്ന ഒരു രീതിയായിരിക്കണം സർക്കാർ മുമ്പോട്ട് വെക്കുന്നത്. അപ്പോ ഞാൻ അതിന്റെ തെളിവ് പറയുന്നത്, ശ്രീ G സുധാകരൻ CPMന്റെ മന്ത്രിയായിരുന്നു, ദേവസ്വം ബില്ല് പോലെ സീരിയസ് ആയ ഒരു ബില്ല് കൊണ്ടുവരുന്നതിന് മുമ്പ് പോലും ശ്രീ കുമ്മനം രാജശേഖരന്റെ അടക്കം റെപ്രസെന്റേഷൻസ് അദ്ദേഹം സ്വീകരിക്കുകയും എഴുതുകയും ചെയ്തു. രാഹുൽ ഈശ്വർ, അത് അന്നത്തെ സാഹചര്യം. അതിനുശേഷം ഈ ശബരിമല സമരകാലത്തിന് ശേഷം രാഷ്ട്രീയ ചിത്രം മാറിയില്ലേ? ഇതിൽ സർക്കാർ ഒരുപക്ഷെ വിശ്വസിക്കുന്നുണ്ടാവും, ഈ ഹൈന്ദവ സംഘടനകൾ പ്രത്യേകിച്ച് ഈ RSSും കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ബോധപൂർവമായി ചില പ്രശ്നങ്ങൾക്ക് അവിടെ ശ്രമം നടത്തി എന്ന് സർക്കാർ കരുതുന്നുണ്ടാവും. അത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ് എന്നതുകൊണ്ട് ഈ മെറിറ്റ് ഇല്ലാതാവുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അന്ന് കുമ്മനം ചേട്ടൻ ഗവർണറാണ്. കുമ്മനം ചേട്ടൻ നേരിട്ട് ഇതിൽ പങ്കെടുത്തില്ല, പക്ഷെ നമ്മളെയൊക്കെ കഴിയുന്നത്ര സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് NSS അല്ലേ ഏറ്റവും കൂടുതൽ ശക്തിയുക്തം മുമ്പിൽ നിന്നിരുന്നത്. അതായത് RSSന്റെ വലിയൊരു വിഭാഗത്തിന് ആദ്യം ശബരിമല യുവതികളെ കയറ്റണമെന്നായിരുന്നു ആഗ്രഹം. പിന്നീട് ഭക്തജനങ്ങളും മറ്റും ഇറങ്ങുകയും പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി അവിടെ നിലപാട് പറയുകയും നരേന്ദ്രമോദിജി നിലപാട് പറയുകയും ശേഷമാണ് ഇവിടെ RSS ശക്തമായിട്ട് ഇറങ്ങുന്നത്. അപ്പോ പണ്ട് മുതൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തുക എന്നൊരു സമീപനമില്ലേ? ഇപ്പൊ ഒറ്റ വരി കൂടെ പറയാം, NSSും SNDPയും പോയി എന്ന് പറഞ്ഞാൽ തന്നെ 80% ഹിന്ദുക്കളോട് റെപ്രസെന്റഡ് ആണ്. പിന്നെ ആൾക്കാരെ മാറ്റിവെക്കുന്ന എന്തിനാ? അപ്പൊ ആരെങ്കിലും ഒരു വരി കൂടെ പറഞ്ഞു തീർക്കാം. ഇപ്പം അവിടെ ശശികല ടീച്ചറിനെ വിളിക്കുന്നതിന് CPMകാർക്ക് എതിർപ്പുണ്ടായിരിക്കും, സത്യം, സ്വാഭാവികം. പക്ഷേ കുമ്മനം ചേട്ടനെ പോലെ സർവാദരണീയനായ കാവ്യം എടുക്കാത്തൊരു സന്യാസി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചാൽ എന്താ പ്രശ്നം? ശരി, താങ്കൾ തുടരുക, താങ്കളുടെ ആവശ്യമുണ്ട്, താങ്കളുടെ പ്രതികരണം കൂടി വേണം. D വിജയകുമാർ, അയ്യപ്പ സേവാ സംഘം, അദ്ദേഹം കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ D വിജയകുമാർ, ഈ കാര്യത്തിൽ കേൾക്കാമോ? ഓക്കെ, ഇതിൽ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്, ബന്ധപ്പെട്ടവരെ എല്ലാവരെയും പങ്കെടുപ്പിക്കുമെന്ന് കരുതൂ. നിങ്ങൾക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളെ ഇതിന്റെ എന്തെങ്കിലും അറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ടോ? ക്ഷണിച്ചിട്ടില്ല. ഞങ്ങള് ക്ഷണിക്കാത്തിടത്ത് അങ്ങനെ പോവാറില്ല, അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടില്ല. ശരി. അതായത് കഴിഞ്ഞ 80 വർഷക്കാലമായി ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി നിസ്വാർത്ഥമായി ഒരു സംഘടനയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. 24 മണിക്കൂർ അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർ സംവിധാനം കൊടുക്കുന്ന ഏക സംഘടന. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അങ്ങനെയൊക്കെയുള്ള സേവന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അവിടെ സ്ട്രക്ചർ സർവീസ്, ആംബുലൻസ് സർവീസ് എല്ലാം ചെയ്യുന്നത് അയ്യപ്പ സേവാ സംഘമാണ്. അയ്യപ്പ സേവാ സംഘത്തിനെ മാത്രമേ കഴിഞ്ഞ കാലങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ യോഗങ്ങൾ ഗവൺമെന്റ് വിളിക്കുന്ന യോഗം വിളിച്ചിരുന്നുള്ളൂ, ഈ കഴിഞ്ഞ വർഷം വരെയും. പക്ഷെ ഇപ്പോ അയ്യപ്പ സേവാ സംഘത്തിന്റെ അന്നദാനം ഇല്ലാതാക്കി, അയ്യപ്പ സേവാ സംഘത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി, അയ്യപ്പ സേവാ സംഘത്തിന്റെ ഇപ്പൊ തന്നെ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയിലെ മെമ്പറാണ് അയ്യപ്പ സേവാ സംഘം. ഞങ്ങളാണ് ഈ റിക്രൂട്ട് ചെയ്ത് 1500ഓളം വോളണ്ടിയേഴ്സിനെ ശുചീകരണത്തിന് പമ്പ, സന്നിധാനം, എരുമേലി, പന്തളം, മറ്റു പ്രദേശങ്ങള്, ചെങ്ങന്നൂർ, ഇവിടത്തേക്കൊക്കെ ഞങ്ങളാണ് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അവരാണ് ക്ലീനിങ് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ് 80 വർഷക്കാലമായി
വേലായുധൻ പിള്ളയും അതുപോലുള്ള ജസ്റ്റിസ് ഗോവിന്ദപിള്ളയും ഒക്കെ ആരംഭിച്ച പ്രസ്ഥാനത്തെ ശ്രീ വിജയകുമാർ, യാതൊരു കാരണവും മനസ്സിലായി, നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് ഈ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനോട് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ബന്ധപ്പെട്ട എല്ലാവരെയും ക്ഷണിക്കും, അതിന്റെ പ്രോസസ്സുകൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആലോചനാ ഘട്ടങ്ങളിൽ നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നൊരു വസ്തുത. ഇതൊക്കെ ഈ ദേവസ്വം ബോർഡ് 55-ലുണ്ടായ സംഘടനയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. ഈ 10 ഇന്ത്യ മുഴുവൻ അയ്യപ്പന്റെ ധർമ്മങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ഉണ്ടായ ഒരു സംഘടനയാണ്. അതിനെ വിളിക്കാനായി പറയേണ്ട കാര്യമുള്ളതല്ല. അങ്ങനെ അല്ലായിരുന്നു കഴിഞ്ഞ കാലം വരെ. ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിൽ ഒരു സമീപനം, ഒരു സ്റ്റെപ്പ് മതേർലി എന്തോ ഒരു ചിറ്റം മതം സ്വീകരിച്ചുകൊണ്ട് ഈ സേവന പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഈ സംഘടനയെ എല്ലാത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് പോകാൻ തയ്യാറായി. അപ്പൊ അങ്ങനെ ഞങ്ങളെ തല്ലല്ല, അവിടെ സേവനം നടത്തിക്കൊണ്ടിരുന്ന അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ ശ്രീഭൂതോദ സർവസ്വം, സുബ്രഹ്മണ്യ റിലീജിയസ് ട്രസ്റ്റ്, മാതാ അമൃതാനന്ദമയി മഠം, ഇതിനെല്ലാം അവിടുന്ന് പുറത്താക്കി. എന്തോ അതിന്റെ കാരണം? ഈ കാനക്ഷേത്രത്തിൽ വരുന്ന തീർത്ഥാടകരെ സഹായിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനകളെ യാതൊരു കാരണവുമില്ലാതെ പുറത്താക്കിയതിന്റെ ഉദ്ദേശം എന്തോ? ആ പുറത്താക്കിയിട്ട് ഇപ്പോ അയ്യപ്പ സംഘം, അയ്യപ്പന് പ്രവാസി എന്നൊന്നുമില്ല. അയ്യപ്പൻ എല്ലാവരും ഒരുപോലെ, പ്രവാസി എന്നോ നാടനെന്നോ അല്ലെങ്കിൽ വേറെ സാഹിത്യമൊന്നും ഒന്നുമില്ല. ഓളാർ അയ്യപ്പന്റെ ഡിവോട്ടീസ് അയ്യപ്പന്റെ, അവർക്ക് പ്രവാസി എന്ന് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് ശബരിമല വരുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പ്രവാസി സംഗമം നടത്തിക്കൊണ്ട് മാത്രം അയ്യപ്പന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് കരുതുന്നവരല്ല. അത്രമാത്രം മൗഢ്യമൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. എന്തായാലും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ, അതിന് പണം വരട്ടെ. ഒരു കാര്യം കൂടി, സർക്കാർ ഇനി ഇതിന്റെ ഭാഗമായി നിങ്ങളെ ക്ഷണിച്ചാൽ, സർക്കാരിലെ ദേവസ്വം ബോർഡ് ആരായാലും അതിന്റെ സംഘാടകർ ക്ഷണിച്ചാൽ പങ്കെടുക്കുമോ? അല്ല, ഞങ്ങളത് ആലോചിച്ചേ ചെയ്യത്തുള്ളൂ. ഞങ്ങളുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കത്തുള്ളൂ. സാധാരണയ്ക്കപ്പുറം ഇത്തവണ ഈ ഇതിന്റെ ഭാഗമായിരിക്കുന്ന ചില സമുദായ സംഘടന NSSനെയും SNDPയെയും ഒക്കെ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത്തരം ആളുകളെ ഒപ്പം നിർത്തി നിങ്ങളെപ്പോലെ വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗത്തെ ഒഴിവാക്കി, അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? അല്ല, അതൊക്കെ അതാത് സംഘടനകളുടെ തീരുമാനങ്ങൾ അനുസരിച്ചിരിക്കും. പക്ഷേ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി പടപൊരുതിയ ഒരു സംഘടനയാണ് അഖില ഭാരത അയ്യപ്പ സേവ. ഈ യുവതീ പ്രവേശനം വന്നപ്പോൾ തന്നെ അതിനെതിരായി NSSന് ശേഷം രണ്ടാമതായി സുപ്രീം കോടതി കേസ് കൊടുത്ത അയ്യപ്പ സംഘമാണ്. ഈ അയ്യപ്പന്മാരോട് ദേവസ്വം ബോർഡിന്റെ സമീപനം എന്താ? അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കണ്ടേ? ദേവസ്വം ബോർഡ് എന്തുകൊണ്ടൊരു അപ്പീൽ കൊടുത്തില്ല, റിവ്യൂ കൊടുത്തില്ല സുപ്രീം കോടതിയിൽ? അയ്യപ്പന്മാർക്ക് വേണ്ടിയല്ലേ ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിലെ എല്ലാ സംഘടനകളും അവിടെ 60ഓളം സംഘടനകൾ അവിടെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തില്ലേ? ദേവസ്വം ബോർഡ് കൊടുത്തില്ലല്ലോ. അപ്പൊ ആ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനങ്ങൾ മാത്രമാണ് അടിച്ചേൽപ്പിക്കുന്നത്, അല്ലാതെ ഈ അയ്യപ്പ ഭക്തരുടെ താല്പര്യങ്ങളല്ല. അതാണ് പ്രശ്നം. വളരെ നന്ദി D. വിജയകുമാർ, അയ്യപ്പ സേവാ സംഘം ഈ വിഷയത്തിൽ. എന്തായാലും ആ തരത്തിൽ ആളുകളെ അവഗണിക്കുന്നു. രാഹുൽ ഈശ്വർ തുടരുന്നുണ്ട്. രാഹുൽ ഈശ്വർ, വിജയകുമാർജി ഇന്നലെ കൂടെ ഞാൻ കണ്ടതാണ്. വിജയകുമാർജി ഇന്നലെ കൂടെ ചെങ്ങന്നൂരും കണ്ടതാണ്. അദ്ദേഹത്തെ പോലൊക്കെ എത്ര വർഷങ്ങളായി പ്രയത്നിക്കുന്നവരെ അകറ്റി നിർത്തരുത്. ഇതിലെ പോയിന്റ് പ്രശാന്ത് ഇത് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് വളരെ താഴ്മയെ അപേക്ഷിച്ചു.